ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മേരി. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതോടെ എല്ലാവരും അത് കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പായസം ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപയറ്റ്. ഇത് 1 കിലോ ശർക്കര, ഇത് 3 തേങ്ങ ചിരണ്ടിയത്, അതിൽ വറുത്തിടാനുള്ളത് തേങ്ങ കൊത്തിയത് അരിഞ്ഞത്, ഇത് ഉണക്കമുന്തിരി, ഇത് കശുവണ്ടി പരിപ്പ്, ഇത് കുറച്ച് ഏലക്ക. ആദ്യം തന്നെ ഈ പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം. പരിപ്പൊന്ന് ചൂടാവട്ടെ നന്നായിട്ട്. എന്നിട്ട് വേണം നമുക്കിത് കുക്കറിൽ വേവിക്കാൻ. ഇതിൽ നെയ്യൊന്നും ഇടാനുള്ള, വെറുതെ വറുക്കാണ്. ഇപ്പോൾ പരിപ്പിൻ്റെ ഒരു പച്ച മണം വന്നുണ്ട്, അത് മാറുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പരിപ്പിൻ്റെ നിറമൊക്കെ മാറി പാകമായിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റാം. ഇത് 1 കിലോ ശർക്കരയാണ്, ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കലുണ്ട്. ശർക്കര ഉരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ശർക്കര ഉരുക്കി നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 3 തേങ്ങയുടെ പാല് പിഴിഞ്ഞതാണ്. ഇത് എടപ്പാൽ, ഇതൊരു മൊന്ത തലപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടപ്പാലിൽ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇത് വറുത്ത് കഴുകി വെച്ച പരിപ്പാണ്. ഇനി ഇതിലേക്ക് കുറച്ച് എടപ്പാൽ ഒഴിക്കാം. ഈ എടപ്പാൽ ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് പരിപ്പ് വെന്താന്ന് നോക്കാം. പരിപ്പ് ഈ പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുറച്ച് ഇതിനകത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിയിലടിച്ച് രണ്ടാമത് അതിൽ ചേർക്കാം. ഉരുളിയിലോട്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര അരിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ഒഴിക്കാം കേട്ടോ. ഇത് നമ്മൾ 2 കയ്യിൽ പരിപ്പ് വെന്തത് എടുത്ത് വെച്ചിട്ടുണ്ടായി. അത് മിക്സിയിൽ അടിച്ചിട്ട് ഇടുന്നതിന്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പായിട്ട് വരും പായസം. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ശരിക്ക് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എടപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് എടപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചതച്ച ഏലക്കയാണ്, അത് ഇതിൽ കിടന്ന് ശരിയായിക്കോളും. ഏലക്കിട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കാം. തലപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങ ഇടാൻ പോയി കേട്ടോ. കുറച്ച് കശുവണ്ടി ഇടാം കേട്ടോ. ഒന്ന് ഇതായിക്കോട്ടെ. ഇന്ന് ഇതിനകത്ത് മുന്തിരി ഇടാൻ പോയാലുണ്ട്. തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ താളിച്ച് ഇടുകയാണ് കേട്ടോ. പായസം റെഡി ആയിട്ടാ.